മക്കളെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് സാർ ഈ കമ്മീഷൻസ് മൊത്തം പഠിക്കണോ, കമ്മീഷൻസ് എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നുള്ളത്. മക്കളെ നിങ്ങൾ 6 പേജ് പഠിക്കേണ്ട, ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടോ. നിങ്ങൾ കമ്മീഷൻസ് മൊത്തം ഞാൻ ടാബിലേക്ക് മാറ്റി തരാം. മറക്കണ്ട മക്കളെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇന്ന് 7 മണിക്ക് നമ്മളെ ലൈവ് ഉണ്ട്. ലൈവിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എല്ലാവർക്കും ഡൗട്ടുകളാണ് കമ്മീഷൻസ്. മക്കളെ കമ്മീഷൻസ് 6 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏതെന്നല്ലേ ഞാൻ 7 മണിക്ക് പറഞ്ഞുതരാം. എല്ലാ കമ്മീഷൻസ് എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഈ ടാബിൾ വെച്ച് പഠിച്ചാൽ മതി. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഒന്ന് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇതാണ് ഏറ്റവും കൂടുതൽ പഠിച്ചു വെക്കേണ്ടത്. എല്ലാ കമ്മീഷൻസ് നിങ്ങൾ നോക്കുന്നത് 1 വർഷം, അംഗങ്ങളുടെ കാലാവധി, മെമ്പേഴ്സ് അംഗങ്ങൾ എത്ര ഉണ്ട്, ആരാണ് അപ്പോയിൻമെന്റ് എന്ന്, എവിടെയാണ് ആസ്ഥാനം. ഇത് പഠിച്ചു വെച്ചാൽ എൻ്റെ മക്കളെ പകുതി കഴിഞ്ഞ്. കാരണം 4 5 മാർക്കും ചോദിക്കുക, അല്ലെങ്കിൽ 4 മാർക്കൊക്കെ മാക്സിമം ചോദിക്കുക. നിങ്ങൾക്ക് 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഇതാണിത് ഇലക്ഷൻ കമ്മീഷന്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്, വുമൺ കമ്മീഷൻ. ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്താണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂനപക്ഷ കമ്മീഷന്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികവർഗ കമ്മീഷന്, അത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ. ഈ കമ്മീഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. ഈ ഇമ്പോർട്ടൻ്റ് കമ്മീഷൻസ് മൊത്തമായിട്ട് പഠിക്കുക. സോ മക്കളെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തെടുത്തോ. മറക്കണ്ട, 7 മണിക്ക് ഞാൻ വരുന്നുണ്ട്. 7 മണിക്ക് നമുക്ക് തകർത്ത് കിറ്റിലാക്കി പഠിക്കണം. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്, ഞാനാണ് പോട്ടോ. ബൈ. ഓക്കെ.